ഒന്ന് നിർത്തണേ, ബസ് വിട്ടേക്കല്ലേ, ആള് കയറാനുണ്ടേ. പിന്നിൽ നിന്നുള്ള വിളി കേട്ട് കണ്ടക്ടർ ദീപു വിസിൽ നീട്ടിയടിച്ചു. മുന്നിട്ടെടുത്ത കരിങ്കാളിയെ രാജേട്ടൻ ചവിട്ടി നിർത്തി. കപ്പേളയ്ക്ക് മുന്നിലെ നേർച്ചപ്പെട്ടിയിൽ ചില്ലറയിട്ടിട്ട് വരികയായിരുന്ന അരുണിമയുടെ ബാഗിൽ നിന്നും വെള്ളം കുപ്പി നിലത്തേക്ക് വീണതും ബസ് വിട്ടതും ഒരുമിച്ചായിരുന്നു. ഷോൾ കയറ്റിയിട്ട് കുപ്പിയെടുത്തവൾ വെച്ചു വെച്ചു വേഗം നടന്നു. ബസ് അപകടം പിടിച്ച് വളവലായതുകൊണ്ട് ദീപുവിന് ദേഷ്യം വന്നു. നെറ്റിയിലെ വിയർപ്പ് ടവൽ കൊണ്ട് വടിച്ചിട്ട് ആളിതുവരെ കയറിയില്ലേ എന്ന ആക്രോശത്തോടെ കാശി വാങ്ങുകയായിരുന്ന ദീപു ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. ഒന്ന് വേഗം വന്നൂടെ, എവിടെ നോക്കിയിട്ടാണ് വരുന്നേ? ദീപു ചോദിച്ചു തീർന്നതും അവളുടെ കാലിലേക്ക് നോക്കിയതും പെട്ടെന്ന് തൊണ്ടയിടറി. കാലിന് സുഖമില്ലാത്തവൾ ഡോറിൻ്റെ കമ്പിയിൽ കയറാൻ ഭാവിച്ചപ്പോൾ ദീപു പെട്ടെന്ന് അവൾക്ക് നേരെ സഹായഹസ്തം നീട്ടി. ജാട കാട്ടിട്ടെന്ന് കരുതിയവൾ കൈകൊടുത്തു. എന്നിട്ട് പിടിച്ചുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കയറി നിന്നു. പിന്നെ ആ പിടിവിട്ട് കമ്പിയിൽ പിടിച്ചു കയറി ഫ്രണ്ടിലെ ലോങ് സീറ്റിൽ ചെന്നിരുന്നു. ദീപു ഡോറടിച്ച് ബെല്ലടിച്ച് യാത്രക്കാരുടെ ഇടയിലേക്ക് നീങ്ങി. എൻ്റെ ചേച്ചി, ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്ക്, ദോ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അയ്യടാ, നല്ല തമാശ, കൂട്ടത്തിൽ ആരോ പറഞ്ഞു. ദീപു അത് കേട്ടില്ല. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ പിൻഡോറിലൂടെ മഹി ചാടിക്കേറി. എന്തടാ മഹി, ഇപ്പം എങ്ങനെയുണ്ട്? മുൻവശത്തെ ദേവിയുടെ ഫോട്ടോയിൽ ചാർത്തിയ പൂമാലയുടെ കെട്ട് ഉറന്നു കിടന്നത് തേനയാക്കുമ്പോൾ ഡ്രൈവർ രാജേട്ടൻ ചോദിച്ചു. ഷോ, പതുക്കെ. മറ്റു യാത്രക്കാര് കേൾക്കേണ്ടെന്ന് കരുതിയാണ് മഹി അങ്ങനെ പറഞ്ഞത്. ക്ലീനറായ മഹിക്ക് രാവിലെ വന്നപ്പോൾ തൊട്ട് വയറിനൊരു സ്തംഭനം. സ്റ്റാനിലെ കക്കൂസിൽ പോയപ്പോൾ ലൂസ് മോഷൻ സ്റ്റേജും, രണ്ടാമതൊരിക്കൽ കൂടി വീട്ടിൽ പോയി വന്നു കയറിയ വരവാണ്. തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് അരുണിമയെ കണ്ടിട്ട് മഹി ചോദിച്ചു. അല്ലിതാര്, അരുണിമയച്ചിയോ? എന്തു പറ്റി? 2 ആഴ്ച കണ്ടില്ലല്ലോ. ഗിരിയേട്ടനെ ഡിസ്ചാർജ് ആക്കിയില്ലേ? അതോ ചേച്ചി നമ്മുടെ കരിങ്കാളിമാരെ 8-കാലിൻ്റെ ജീസസ് ആക്കിയോ? മഹിയുടെ പരിചയം കണ്ടപ്പോൾ ദീപു അവൻ്റെ അടുത്തേക്ക് ചെന്നു. വഴക്ക് പറഞ്ഞതിന് അരുണിമയോട് ഒരു ചെറിയ സോറി പറയണമെന്നുണ്ടായിരുന്നു ദീപുവിന്. ഇല്ല മഹി, ഗിരിയേട്ടൻ ആശുപത്രി വിട്ടപ്പോൾ എനിക്കൊരു പനി പിടിച്ച്. ഇപ്പോൾ ഓക്കെ അല്ലേ? അരുണിമ പിന്നിയിട്ട മുടിയിഴകളിൽ ഒന്ന് വലിഞ്ഞു കമ്പിയിൽ ചുറ്റിപ്പിടിച്ചപ്പോൾ വേദനയോടെ മുടി വലിച്ചെടുത്ത് മുന്നിലേക്കിട്ടത് ദീപു ശ്രദ്ധിച്ചു. മഹിയുടെ സംസാരത്തിൽ നിന്ന് അരുണിമ കരിങ്കാളിയിലെ സ്ഥിരം യാത്രക്കാരിയാണെന്നവന് പിടികിട്ടി. ദീപു കരിങ്കാളിയിൽ കണ്ടക്ടറായി കയറിയിട്ട് ഒരാഴ്ചയാവുന്നുണ്ടായിരുന്നുള്ളൂ. ബസ് ഫീൽഡായതുകൊണ്ട് മഹിയെയും ഡ്രൈവർ രാജേട്ടനെയും ദീപുവിനെ നേരത്തെ അറിയാം. അതേ, വിഷമമായെങ്കിൽ സോറിട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. ദീപു അരുണിമയോട് പറഞ്ഞപ്പോൾ അരുണിമ ഒന്ന് ചിരിച്ചു. എവിടേക്കാ? ദീപു ബസ് സ്റ്റാൻഡിന് വേണ്ടി കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു. വൃന്ദാവനം. 10ൻ്റെ നോട്ട് കൊടുത്തിട്ട് അരുണിമ പറഞ്ഞു. കയ്യിലെ കവറും ബാഗും മടിയിൽ ഒതുക്കി പിടിച്ചിരുന്ന അരുണിമയെ നോക്കി പിറകിൽ ചെന്ന് ദീപു മഹിയോട് ചോദിച്ചു. ആരാടത്? ബസ്സിൽ വന്നുള്ള പരിചയമാണോ അതോ? ഏയ്, അല്ലാണ്ട് അറിയും ദീപു ഏട്ടാ, ചേച്ചിയുടെ ആങ്ങള ഗിരി, വെറും കട, നല്ല തണ്ണി, വെള്ളമടിച്ച് വഴക്കുണ്ടാക്കി തലയിടിച്ച് പൊട്ടി ആശുപത്രിയിലായിരുന്നു പുള്ളി. ആ ചേച്ചി ജോലിക്ക് പോയിട്ടാ കുടുംബം നോക്കുന്നത്. ഗിരിയേട്ടൻ വഴിയാ ചേച്ചിയെ പരിചയം. കപ്പേളേന്ന് കയറിയപ്പോൾ ഞാനാണെങ്കിൽ ദേഷ്യപ്പെട്ട് എന്തോ പറഞ്ഞ്. അത് കഴിഞ്ഞാൽ പിന്നെ കാല് കണ്ടത് എന്തോ പോലെയായി. ജന്മനാർ കാലിന് വയ്യാത്തതല്ലേ? ഞാൻ കാണുമ്പോൾ തൊട്ട് അങ്ങനെയാ ചേച്ചി. മഹി ബാക്കി കാശ് വാങ്ങാൻ എഴുന്നേറ്റ് നടന്നു. എന്നിട്ട് മുൻഡോറിൽ ചെന്ന് നിന്നു. ആളിറങ്ങാനുണ്ടോ? പോയി വൃന്ദാവനം. അരുണിമയെ നോക്കി ചിരിച്ചുകൊണ്ട് മഹി പിറകിലേക്ക് ഇരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരുമില്ല, ഇന്നീ സ്റ്റോപ്പിൽ അരുണിമേച്ച് മാത്രമേ ഉള്ളൂ, ഇറങ്ങിക്കോ. അരുണിമ എഴുന്നേറ്റു. ബാഗ് തോളിലിട്ട് മുടി പിറകിലേക്ക് ഇട്ടിട്ട് അരുണിമ ഇറങ്ങുന്നത് സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു താഴെ മഹി. ബെല്ലടിച്ച് വിട്ടു മഹി ഡോറിൽ കയറി. ആ പെണ്ണിന് എന്ത് ജോലിയാ മഹി? കുറേ നേരമായല്ലോ ഈ ദീപു ചേട്ടനൊരു ഇളക്കം. ഒന്ന് പോടാ. ബാഗ് കക്ഷത്തിൽ ഇറക്കി പിടിച്ച് ദീപു പറഞ്ഞു. ഓ, സിമ്പതി ആയിരിക്കല്ലേ? അത് പിന്നെ ഉണ്ടാവുമല്ലോടാ. അപ്പോൾ നായിക ഒരു ഉദ്യാനപാലികയാണല്ലേ? അതും വൃന്ദാവനത്തിലെ ജോലിക്കാരി. ഞാനേ ഈ വിസിലിന് പകരം ഒരു ഓടക്കുഴലങ്ങ് തരാം. ദീപുവേട്ടൻ്റെ വക ഒരു മുരളീഗാനമാവട്ടെ ആ ചുണ്ടിൽ നിന്ന് വരാൻ പോണത്. ആ പോയ രാധ വളയട്ടെ. എന്നിട്ട് വേണം ആ കിരീട വക നല്ല ചാമ്പ് ചാമ്പാൻ. എടാ ദീപു, നീ അവൻ പറയുന്നൊന്നും കേൾക്കല്ലേ. ലോങ് സീറ്റിലിരുന്നുള്ള ദീപുവിൻ്റെയും മഹിയുടെയും വർത്തമാനം കേട്ടിട്ട് രാജേട്ടൻ ഏറ്റുപിടിച്ചു. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞാൽ ദീപുട്ടോയി, അല്ലെങ്കിലും വളയ്ക്കാൻ നിൽക്കണ്ട, അത് ചേച്ചിയാ. ദീപുവേട്ടനേക്കാൾ ഒരു 3-4 വയസ്സ് കൂടുതൽ കാണും.
അതിന് ഞാൻ വല്ലതും പറഞ്ഞാ? നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് പെണ്ണാലോചിക്കാൻ? എൻ്റെ അമ്മോ, ഞാൻ പോണേ. ദീപു നർമ്മസ്വരത്തിൽ പറഞ്ഞിട്ട് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റു. വൃന്ദാവനത്തിലെത്തുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ചന്ദ്രമതി ചേച്ചി അരുണിമയെ കണ്ടിട്ട് അതിശയത്തോടെ പറഞ്ഞു, പനി പിടിച്ച് കിടന്നിട്ട് പെണ്ണ് നീ വണ്ണം വെച്ചോ? ഉവ്വല്ലോ, അത് ഗിരിയേട്ടൻ്റെ ഇടികൊണ്ട് നീര് വെച്ചതാവാൻ ചന്ദ്രേച്ചി. ബാഗ് വെച്ച ഉടനെ അരുണിമ പനിനീർ പൂക്കളുടെ കൂട്ടത്തിലേക്ക് നോക്കി. അന്ന് കണ്ട മൊട്ടെല്ലാം വിടർന്നല്ലോ ചേച്ചി. ഉവ്വാടി. ലവ് ബേഡ്സിൻ്റെ കൂടിനരികിൽ ചെന്നിട്ട് നെറ്റിൻ്റെ തുളയിലൂടെ ചൂണ്ടുവിരനക്കി. എന്നിട്ട് വായ കൊണ്ട് ആ പക്ഷികളുടെ അതേ സ്വരത്തിൽ അവറ്റകളെ വിളിച്ചു. ദേ, വളം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ ഒന്ന് ആന്തൂര്യത്തിനും ഓർക്കിഡിനും വളമിട്ടേക്ക്. ഞാൻ ഈ പുല്ലൊന്ന് ക്ലീനാക്കട്ടെ, ചന്ദ്രമതി പറഞ്ഞു. അരുണിമ ഓർക്കിഡും ആന്തൂര്യങ്ങളും കൂട്ടമായി നിന്ന സെക്ഷനിലേക്ക് ചെന്നു. ഉച്ചയാകാറായപ്പോഴാണ് വൃന്ദാവനത്തിൻ്റെ മുന്നിൽ ഒച്ച കേട്ടത്. അരുണിമ പോട്ടിൽ വളം നിറയ്ക്കുകയായിരുന്നു. അത് ഗിരിയുടെ ഒച്ചയല്ല അരുണിമേ. അത് കേട്ട അരുണിമ വേഗം എഴുന്നേറ്റ് വട്ടം കിട്ടിയ ഷാളിൻ്റെ കെട്ടഴിച്ച് പൈപ്പ് തുറന്ന് കയ്യും കഴുകി മുൻഭാഗത്തേക്ക് പോയി. ഗിരിയേട്ടനോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. വൈകിട്ട് മൂന്നാൻ കാശും ചോദിച്ചു വരുന്നതാവും. കുമാരേട്ടൻ ഇവിടെ പുതിയതാണ്. പുള്ളിക്ക് ആളെ മനസ്സിലായി കാണില്ല മിക്കവാറും. പോകുന്ന വഴിയിൽ അരുണിമ വെറുതെടുത്തു. ഡീ അരുണിമേ, ഇങ്ങോട്ട് വരാൻ. എന്നെ കണ്ടപ്പോൾ നീ കയറി ഏത് കാട്ടിലാണ് പോയി വിളിച്ചത്? പുല്ലേ, ഡീ വരാൻ. എടോ, തന്നോടെ വിടാൻ പറഞ്ഞത്. തൻ്റെ മറ്റടുത്ത സ്വഭാവം എന്നോട് കാട്ടരുത്, പറഞ്ഞേക്കാം. ദേ വരുന്നു പണ്ടാരം.